ഒരു നേന്ത്രപ്പഴവും കോഴിമുട്ടയും വെച്ച് നമുക്ക് 4 മണിക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അത് നമുക്ക് വളരെ എളുപ്പമായിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലൻ സാധനം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ആദ്യം തന്നെ പഴം നമുക്ക് അതേപോലെ മുറിച്ച് കൊടുത്തതിന് ശേഷം ഒരു ചട്ടിയിലോട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ നെയ്യ് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. നമ്മളൊരു പാനിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ വീഡിയോ കാണുന്നവർ ഇപ്പം തന്നെ നമ്മൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ റെസിപ്പി ഇനിയും വേണമെങ്കിൽ നമ്മളെ ചാനൽ ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു കമൻറ്റും കൂടി ചെയ്യുക കേട്ടോ. അടുത്തായിട്ട് നമുക്ക് നമ്മളെ പഴം അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പഴം ഇതേപോലെ നൈസായിട്ട് അരിഞ്ഞിട്ട് വേണം നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് മറച്ചിട്ട് കൂടി ആ നെയ്യിൽ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 2 സൈഡും വെന്ത് ഏകദേശം ഈ ഒരു കളറായിട്ടോ. അപ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. എന്നിട്ട് അതിലോട്ട് കുറച്ചുകൂടി നെയ്യ് ഒഴിക്കാം. പിന്നെ അതിലോട്ട് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പഞ്ചസാരയും അത് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കാം. ഏകദേശം ഈ ഒരു ബ്രൗൺ കളറാകാൻ വിടണം കേട്ടോ, വല്ലാണ്ട് കരിഞ്ഞു പോകരുത്. അതിനുശേഷം ഒരു ബൗളിലോട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. അടുത്തായിട്ട് കുറച്ച് മൈദ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൈദയുടെ അളവ് കൂടരുത് കേട്ടോ. നമ്മൾ ഏകദേശം 1 കപ്പോളം മൈദയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വാനില എസൻസ് കേട്ടോ, 2 തുള്ളി വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് നല്ലപോലെ അടിച്ച് ലൂസാക്കി എടുക്കണം കേട്ടോ. ഇത് ഏകദേശം ഈ ഒരു പരുവമാണ് കേട്ടോ അടിച്ചടിച്ചിട്ട്. ഇപ്പം ഏകദേശം നമ്മളൊരു ദോശമാവിൻ്റെ പോലെയൊക്കെ ആയി. ഇനി നമുക്കൊരു പാനിൽ കുറച്ചുകൂടി നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ നെയ്യിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മാവ് ദോശയ്ക്ക് ഒഴിക്കുന്ന പോലെ തന്നെ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പഴം ഓരോന്നായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ വറുത്തെടുത്ത നാളികേരം എല്ലാം കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ഇനി നടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഐറ്റം റെഡി ആയിട്ടോ. ഇനി ഇത് ഇതേപോലെ റോൾ ചെയ്തെടുക്കാം. അടുത്ത് നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. എന്നിട്ട് ഇതേപോലെ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ കിടിലൻ സ്നാക്ക് റെഡി ആയിട്ടോ. സംഭവം ഒരു അന്യായ ഐറ്റമാണ് കേട്ടോ, കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ജസ്റ്റ് ഒരു കമൻറ്റും ചെയ്യുക കേട്ടോ. ഇനി എങ്ങനത്തെ ഐറ്റംസാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ അടുത്തത് ആ വീഡിയോ ആയിട്ട് വരാൻ നമ്മൾ ശ്രദ്ധിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യുക, പിന്നെ വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ സാധനം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ കിടിലൻ അടിപൊളിയൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.